Good morning all. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ മൊഡ്യൂൾ സെക്കൻഡ് IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് ഇൻവെൻറ്ററീസ് ആണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് 2 പ്രകാരം ഇൻവെൻറ്ററി എങ്ങനെയാണ് ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പർച്ചേസ്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് കൺവേർഷൻ, പിന്നെ അതർ കോസ്റ്റ്, ഇങ്ങനെ 3 ടൈപ്പിലുള്ള കോസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് സെപ്പറേറ്റ് നമ്മൾ കൺവേർഷൻ മാത്രം പർച്ചേസ് മാത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ദ ഫോളോയിങ് ഇൻഫർമേഷൻ അപ്ലൈസ് ടു റിയൽ ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018. ഫസ്റ്റ് ആയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? പർച്ചേസ് ഓഫ് മെർക്കൻഡൈസ് ഫോർ റീസെയിൽ 8 lakh. റീസെയിലിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും നമ്മളത് ഏതിൻ്റെ കോസ്റ്റിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? പർച്ചേസ് കോസ്റ്റിൽ ആഡ് ചെയ്യും. മെർക്കൻഡൈസ് റിട്ടേൺ ടു ദി വെൻഡറുടെ കയ്യിൽ നിന്നും കുറച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് 75,000. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത സംഭവം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ നോട്ട്സ് പേയബിൾ ടു വെൻഡേഴ്സ്. നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് വൈകിയ കാരണം എന്ത് കൊടുത്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രൈറ്റ് ഇൻ നോൺ മെർക്കൻഡൈസിന് വേണ്ടി നമുക്ക് ചിലവ് വന്നിട്ടുള്ള ഫ്രൈറ്റ് 2,50,000. വാട്ട് ഈസ് ദ ഇൻവെൻറ്ററി കോസ്റ്റ് ഓഫ് ദ കമ്പനി ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018? എത്രയാണ് ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് വരുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് ചെറിയ സിമ്പിൾ പ്രോബ്ലമാണ്. ഇതിൽ എന്തൊക്കെ വരും? പർച്ചേസ് വരും. പർച്ചേസിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? പർച്ചേസ് ഫോർ റീസെയിൽ 8 lakh, ആഡ് ഫ്രൈറ്റ്, അതിന് വേണ്ടി വരുന്ന ഫ്രൈറ്റ് 2,50,000, 10,50,000. ഇനി എന്തെങ്കിലും ലെസ് ചെയ്യാനുണ്ടോ? നമുക്കൊരു റിട്ടേൺ വന്നിട്ടുണ്ട്, മെർക്കൻഡൈസ് റിട്ടേൺ ടു ദി വെൻഡർ 75,000. ഈ 75,000 നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി കിട്ടും. ഇനി ഇവിടെ വരുന്ന ഡൗട്ട്, ഇൻട്രസ്റ്റ് ഓൺ നോട്ട്സ് പേയബിൾ ടു വെൻഡേഴ്സ്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പർച്ചേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. പേയ്മെൻറ്റ് വൈകുന്നത് കാരണം എന്ത് ചെയ്യായിരിക്കും? ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് പർച്ചേസുമായി റിലേറ്റ് ചെയ്തതാവാത്ത കാരണമാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തിനെടുക്കാത്തത്? ഈ ഇൻട്രസ്റ്റ് ഓൺ നോട്ട്സ് പേയബിൾ ടു വെൻഡേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തത്. ഫസ്റ്റ് പ്രോബ്ലം സിമ്പിളാണ്. സെക്കൻഡ് പ്രോബ്ലം, എക്സ് ലിമിറ്റഡ് ഈസ് ആൻ ഇമ്പോർട്ടർ. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടറാണ്. At the end of each year, it receives a rebate equal to 5% of its total purchases from its supplier. എല്ലാ വർഷാവസാനം ഒരു റിബേറ്റ്, എങ്ങനെ റിബേറ്റ് ഈക്വൽ ടു, എന്തിന് ഈക്വലായിട്ടാണ് റിബേറ്റ് കൊടുക്കുന്നത്? 5% ഓഫ് ഇറ്റ്സ് ടോട്ടൽ പർച്ചേസസ് ഫ്രം ഇറ്റ്സ് സപ്ലയർ. അയാളുടെ ടോട്ടൽ പർച്ചേസിൻ്റെ 5%-ന് ഈക്വലായിട്ട് സപ്ലയർ ഒരു റിബേറ്റ് കൊടുക്കാറുണ്ട്. Inventory is valued on the basis of transport cost to its premises, import duties relating to the goods and the supplier rebate. ഇൻവെൻറ്ററി എന്തിൻ്റെയൊക്കെ ബേസിലാണ് വാല്യൂ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതേപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, സപ്ലയർ റിബേറ്റ്. ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദി ഇൻവെൻറ്ററി വാസ് ₹5 lakh. പർച്ചേസ് പ്രൈസ് എത്രയാണ്? 5 lakh ആണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് 40,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 80,000. ഓഫ് ദീസ് 30,000 ഈസ് റിക്കവറബിൾ ഫ്രം അതോറിറ്റീസ്. ഈ 80,000-ൻ്റെ ഉള്ളിൽ 30,000 എവിടെ നിന്ന് റിക്കവറബിൾ ആണ്? അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി തിരിച്ച് കിട്ടുന്നതാണ്, റിക്കവർ ചെയ്യുന്നതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് പർച്ചേസ്. എത്രയാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് എളുപ്പമാണ്. പർച്ചേസ് പ്രൈസ് 5 lakh. ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? ട്രാൻസ്പോർട്ട് കോസ്റ്റ് 40,000 ആഡ് ചെയ്യണം. ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൾറെഡി ആഡ് ചെയ്യേണ്ട ഐറ്റാണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ഉള്ളിൽ 80,000 കംപ്ലീറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 80,000-ൽ നിന്നും 30,000 അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും റിക്കവറബിൾ ആണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണ്ട? ഫുള്ളായിട്ട് ആഡ് ചെയ്യണ്ട. എത്ര ആഡ് ചെയ്താൽ മതി? 80,000-ൽ നിന്നും 30,000 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിൽ വരുന്ന ഒരു ഐറ്റം ഉണ്ട്, റിബേറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അതെന്താ ചെയ്യുന്നതല്ലേ? അപ്പോൾ പർച്ചേസ് പ്രൈസും ട്രാൻസ്പോർട്ട് കോസ്റ്റും ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്യുക. റിക്കവറബിൾ ഉള്ളതായ കാരണമാണ്, നമ്മൾ റിക്കവർ ചെയ്യുന്നതുള്ള കാരണമാണ് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതൽ വന്നിട്ടുള്ളത്. ടോട്ടൽ കാണുക. ഈ
നമ്മളോട് റിബേറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിബേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസീവ്സ് എ റിബേറ്റ് ഈക്വൽ ടു 5% ഓഫ് ഇറ്റ്സ് ടോട്ടൽ പർച്ചേസസ് ഫ്രം ഇറ്റ് സപ്ലയർ. സപ്ലയറുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് റിബേറ്റ് കിട്ടുന്നത്? ടോട്ടൽ പർച്ചേസിൻ്റെ 5%. അപ്പോൾ ടോട്ടൽ പർച്ചേസ് പ്രൈസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ പർച്ചേസ് പ്രൈസ് എത്രയാണ് കിട്ടുക? 5 lakh + 40,000 + 50,000 ഈക്വൽ 5,90,000. ഇതിൻ്റെ ഈ എമൗണ്ടിൻ്റെ 5% എന്ത് കിട്ടുന്നത്? റിബേറ്റ് കിട്ടുന്നത്. അപ്പോൾ 5,90,000ൻ്റെ 5/100 5% കാണുക. എത്ര എമൗണ്ട് വരിക? 29,500. അതെന്ത് ചെയ്യണം? ഈ 5,90,000ൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? കോസ്റ്റ് ഓഫ് പർച്ചേസ് 5,60,500. അതാണ് സെക്കൻഡ് പ്രോബ്ലം. കുറച്ച് പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഫസ്റ്റിൽ റിട്ടേൺ മൈനസ് ചെയ്തു, സെക്കൻഡിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു, റിബേറ്റ് എന്തിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തു? പർച്ചേസ് പ്രൈസിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഒരു പ്രോബ്ലം, തേർഡ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഇൻവെൻറ്ററീസ് that should be included in purchase cost. പർച്ചേസ് പ്രൈസ് 2,50,000. പർച്ചേസ് പ്രൈസ് എത്രയാണ്? 2,50,000. പെനാൽറ്റി ചാർജസ് ഫോർ ഓവർ ഡ്യൂ പേയ്മെൻറ്റ്സ്. ഓവർ ഡ്യൂ ആയതിന് വരുന്ന പെനാൽറ്റി 5,000. പെനാൽറ്റി ചാർജ് നമ്മൾ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ആഡ് ചെയ്യുമോ? ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പെനാൽറ്റി വരുത്തിയിട്ടുള്ളതാണ്. അതൊരിക്കലും കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് പ്രൈസിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര പെർസെൻറ്റേജ്? 3% ഓൺ പർച്ചേസ് പ്രൈസ്. 3% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. പർച്ചേസ് പ്രൈസിൻ്റെ മുകളിലാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഏതിൻ്റെ മുകളിലായിരിക്കും? 2,50,000ൻ്റെ മുകളിലാണ് 3% ഡിസ്കൗണ്ട് വരുന്നത്. ഓരോ സെൻറ്റൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ട്രാവൽ എക്സ്പെൻസസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാവൽ എക്സ്പെൻസ് 8,000. നെക്സ്റ്റ് വൺ എന്താണ്? GST 2% ഓൺ പർച്ചേസ് പ്രൈസ്. GST എത്രയാണ്? പർച്ചേസ് പ്രൈസിൻ്റെ 2%, അതായത് 2,50,000ൻ്റെ 2% വരും. നെക്സ്റ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആഡ് ചെയ്യേണ്ടതാണ് 10,000. ഫോർവേഡിങ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവ് 2,000. ട്രാൻസ്പോർട്ടിൻ്റെ ഇൻഷുറൻസ് അതിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഒരു എക്സ്പെൻസ് 2,000 ഉണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഇൻഷുറൻസ്. നെക്സ്റ്റ് ഇൻറ്റേർണൽ സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് റിസീവിങ് മെറ്റീരിയൽ. മെറ്റീരിയൽ റിസീവ് ചെയ്തതിന് ശേഷം അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവ് ₹6,000. പർച്ചേസ് കോസ്റ്റിൽ ആഡ് ചെയ്യുമോ? പർച്ചേസ് കോസ്റ്റിൽ കൂട്ടാൻ പറ്റുമോ? അത് പർച്ചേസിൽ കൂട്ടാൻ പറ്റില്ല. കാരണം പർച്ചേസ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് വരുന്ന ചിലവാണ് എന്ത്? 6,000. അപ്പോൾ അത് പർച്ചേസിൽ കൂട്ടില്ല. നെക്സ്റ്റ് കോസ്റ്റ് ഫോർ എ ലെറ്റർ റെഫറൻസ് നമ്മൾ എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? പർച്ചേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ കൂടെയാണ് ഒരു ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ പർച്ചേസ് കോസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ്. കമ്മീഷനും ബ്രോക്കറേജും എത്രയാണ്? 5,000. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് 5,000 പർച്ചേസുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, ആഡ് ചെയ്യണം. നെക്സ്റ്റ് അതിലൊരു ഐറ്റം പോയിട്ടുണ്ട്, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സ്റ്റോക്ക് ലൊക്കേഷൻ. സ്റ്റോക്ക് നമ്മളുടെ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് വേണ്ടി വരുന്ന ചിലവ്, അതാണ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടാണ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഇതിൽ ആഡ് ചെയ്യുമോ? പർച്ചേസിൽ ആഡ് ചെയ്യുമോ? ഇല്ല. പർച്ചേസ് കോസ്റ്റിൽ ആഡ് ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെ ഐറ്റം വരും? പർച്ചേസ് പ്രൈസ് 2,50,000. പെനാൽറ്റി വരില്ല, കാരണം പറഞ്ഞു. ലെസ്, അതിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ലെസ് ചെയ്യും. 2,50,000യുടെ 3% ഡിസ്കൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 2,42,500. അത് കിട്ടി. ട്രാവൽ എക്സ്പെൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാവൽ എക്സ്പെൻസ് ഈ പർച്ചേസ് ഓഫ് ഇൻവെൻറ്ററിയുടെ ഉള്ളിൽ വരില്ല. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ജി എസ് ടി ഏതിൻ്റെ 2% ആണ്? 2,50,000യുടെ 2% GST ആഡ് ചെയ്യണം. ഇമ്പോർട്ട് ഡ്യൂട്ടി ആഡ് ചെയ്യണം. ഫോർവേഡിങ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ട് ഇൻഷുറൻസ് ആഡ് ചെയ്യണം. ഇൻറ്റേർണൽ സ്റ്റോറേജ് കോസ്റ്റ് വരില്ല. കോസ്റ്റ് ഫോർ എ ലെറ്റർ റെഫറൻസ് ആഡ് ചെയ്യണം. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡും ആഡ് ചെയ്യണം. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സ്റ്റോക്ക് ലൊക്കേഷനും വരില്ല.
പർച്ചേസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പർച്ചേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുള്ളൂ. സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മളുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളൊന്നും ചിലവുകളൊന്നും തന്നെ ഏത് കോസ്റ്റിൽ വരില്ല, പർച്ചേസ് കോസ്റ്റിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് കോസ്റ്റ് എത്രയാണ്? നെറ്റ് പർച്ചേസ് കോസ്റ്റ് വരിക 2,67,500. ഇന്ന് 3 പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി തിയറി ഉണ്ട്, അങ്ങനെ അത് ഇൻവെൻ്ററി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.